ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് ബികോമിൻ്റെ പേപ്പറായിട്ടുള്ള മൈക്രോ എക്കണോമിക്സ്, ഇൻട്രഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ്. ആ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 17 യൂണിറ്റുകളുണ്ട്. 6 ബ്ലോക്കുകളായിട്ട് 17 യൂണിറ്റുകളാണ് ഈ ബികോമിൻ്റെ മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ആ ഫസ്റ്റ് യൂണിറ്റിൽ മീനിങ്, ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. യൂണിറ്റ് 1 ഇൻട്രഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. ബികോമിൻ്റെ പേപ്പറുടെ പേര് മൈക്രോ എക്കണോമിക്സ്. അതിൽ 17 യൂണിറ്റുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇൻട്രഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. അതായത് എക്കണോമിക്സിൻ്റെ ആമുഖവും സമ്പദ് വ്യവസ്ഥയുടെ ആമുഖവും സമ്പദ് വ്യവസ്ഥയും എന്നൊരു യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ആദ്യത്തെ ടോപ്പിക് തന്നെ എന്താ വരുന്നത്? മീനിങ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മളുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിൻ്റെ അർത്ഥം. അവിടെ ശ്രദ്ധിക്കൂ, ദ ടേം പ്രൊഡക്ഷൻ ഇംപ്ലൈസ് the transformation of various input into output, thereby increasing the want satisfying capacity of the input. എന്താണ് പ്രൊഡക്ഷൻ? the term production implies transformation of various input into output. ഒരുപാട് ഇൻപുട്ടുകൾ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. അതിൻ്റെ ഭാഗമായി ഇൻക്രീസിങ് വാണ്ട് സാറ്റിസ്ഫൈവിങ്, നമ്മളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? വാണ്ട് മീൻസ് ആവശ്യം, സാറ്റിസ്ഫൈവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതിലൂടെ നമ്മളുടെ ഇൻപുട്ടിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കാം. ഇതാണ് എന്ത്? പ്രൊഡക്ഷൻ. അപ്പോൾ ദ ടേം പ്രൊഡക്ഷൻ ഇംപ്ലൈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വാരിയസ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഒരുപാട് ഇൻപുട്ടുകളിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് എന്ത്? പ്രൊഡക്ഷൻ. അത് എന്ത് വർദ്ധിക്കാൻ കാരണമാകുന്നു? വാണ്ട് സാറ്റിസ്ഫൈവിങ്, ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നത് വർദ്ധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി, ഇൻപുട്ടിൻ്റെ കപ്പാസിറ്റിയാണ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന, ഈ യൂണിറ്റിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ദ സെൻട്രൽ പ്രോബ്ലംസ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോബ്ലം, കേന്ദ്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 പ്രോബ്ലംസ് ആണ് എക്കോണമിയിൽ നിലനിൽക്കുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഫോർ whom ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ട് അറിയപ്പെടുന്നത് 3 പ്രോബ്ലംസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. സെൻട്രൽ പ്രോബ്ലംസ് 3 എണ്ണാണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് വാട്ട് ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്താ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അവിടെ നോക്കൂ. An economy does not have enough resource to produce everything required by it. നമ്മൾക്ക് നമ്മളുടെ എക്കോണമി ഒരിക്കലും വിഭവങ്ങൾ കൊണ്ട് ആർജിതമാകുന്നില്ല. വിഭവങ്ങൾ ഇവിടെ ഒരുപാട് നമ്മളെ എക്കോണമിയിൽ നിലനിൽക്കുന്നില്ല. So it must be selective and decide what to produce and what not to produce. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം.
Some members of the society remain unsatisfied. അതുകൊണ്ട് തന്നെ സൊസൈറ്റി എപ്പോഴും എങ്ങനെയാണ്? അൺസാറ്റിസ്ഫൈഡ്, സംതൃപ്തരല്ല. കാരണം എന്തുൽപ്പാദിപ്പിക്കണമെന്നും എന്തുൽപ്പാദിപ്പിക്കണ്ട എന്നും നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൊസൈറ്റി എപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ സംതൃപ്തരല്ല. The decision, ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ the decision regarding the wants to be satisfied and the goods and services to be produced are interrelated and are taken coordinate manner. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം എന്തുൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കേണ്ട എന്നീ ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതുകൊണ്ട് നമ്മളുടെ എക്കോണമി സംതൃപ്തരല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ദ ഡിസിഷൻ റിഗാർഡിങ്, നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം. ദ ഡിസിഷൻ റിഗാർഡിങ് വാണ്ട്സ് ടു ബി സാറ്റിസ്ഫൈഡ്, ആവശ്യമുള്ള സംതൃപ്തിപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും വേണം എന്ത് ചെയ്യപ്പെടാൻ? ഉൽപ്പാദിപ്പിക്കാൻ. നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളും സേവനങ്ങളും വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതാണ് എന്തുൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണം എന്നൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എന്താണ് ഉൽപ്പാദിപ്പിക്കാതിരിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അവിടെ പറയുന്നത്? ദ ഡിസിഷൻ, നമ്മളൊരു തീരുമാനം എടുക്കണം. എന്ത്? വാണ്ട്സ് ടു ബി സാറ്റിസ്ഫൈഡ്, നമ്മളുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളും സേവനങ്ങളും വേണം ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. അടുത്ത സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കേണ്ടത്? This is problem which covers the details of the allocation of productive resources in the production of various goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്ത്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊരു പ്രശ്നം എപ്പോഴും നിലനിൽക്കാം. More precisely, we can say that when an economy decides to produce X, it has also to work out exactly how much of labor, capital, land, etc. അപ്പോൾ നമ്മളുടെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ഒരു ചോദ്യം നമ്മളിൽ ഉയർന്നു വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്? ലേബറിനെയും ലാൻഡിനെയും ക്യാപിറ്റലിനെയും ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്. ലേബർ ഇൻറ്റൻസീവോ ക്യാപിറ്റൽ ഇൻറ്റൻസീവോ ഉപയോഗിക്കാം. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തൊഴിലിനെ വെറും തൊഴിലാളികൾ മാത്രം ഉൾപ്പെടുന്ന ഉൽപ്പാദനത്തിനെയാണ് എന്ത് പറയുക? ലേബർ ഇൻറ്റൻസീവ്. മോർ എംപ്ലോയീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് മിഷനറി പ്രവർത്തിക്കാൻ ഒന്നോ രണ്ടോ അതിൻ്റെ ഓപ്പറേറ്റർമാരുണ്ടായിരിക്കും. ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ മിഷനറിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താ പറയുക? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവോ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉൽപ്പാദനം നടത്താം. അതുകൊണ്ട് തന്നെ ഇവിടെ 3 കാര്യങ്ങളാണ് ഉൽപ്പാദനത്തിന് വേണ്ടത്. ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ലാൻഡ് വേണം, തൊഴിലാളി വേണം, മൂലധനം വേണം, ഭൂമി വേണം. ഈ 3 ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉൽപ്പാദനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഹൗ ടു പ്രൊഡ്യൂസിനെ ഫോളോ ചെയ്യുന്നുണ്ട് 2 കാര്യങ്ങൾ. His decision is based on consideration of following 2 factors. ഹൗ ടു പ്രൊഡ്യൂസിനെ ഫോളോ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയത്? The relative price of labor and capitalum, the relative efficiency of the 2 inputsum. ഹൗ ടു പ്രൊഡ്യൂസിനെ ഫോളോ ചെയ്യുന്നത് പ്രധാനമായും 2 ഘടകങ്ങളാണ്. The relative price of labor and capitalum, the relative efficiency of the 2 inputsum. Okay, then next point ആണ് for whom to produce. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഭക്ഷണം ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്?
നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ. അതേപോലെ ഇവിടെ ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇൻഡിവിജ്വൽസിനും ഹൗസ് ഹോൾഡിനും വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കേണ്ടത്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കാൻ പറയുന്നത്? എ സൊസൈറ്റി കംപ്രൈസസ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡ്. ഒരു സൊസൈറ്റി ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപാദനം നടത്തേണ്ടത്? ലാർജ് നമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഇൻഡിവിജ്വൽസിനും ഹൗസ് ഹോൾഡിനും വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഉൽപാദനം നടത്തേണ്ടത്. All the output of consumption good and services is ultimately means for their use. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസും ഹൗസ് ഹോൾഡും ആണ് ഇവിടെ എന്ത് നടത്തപ്പെടുന്നത്, സാധനങ്ങളും സേവനങ്ങളും ഉപഭോഗം നടത്തുന്നത്. Therefore, all goods and services produced are to be distributed among the individual and household. അതുകൊണ്ട് തന്നെ സാധനങ്ങളും സേവനങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ആര് തന്നെയാണ് എന്നാ പറയുന്നത്, ഇൻഡിവിജ്വൽസും ഹൗസ് ഹോൾഡുമാണ്. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? സമൂഹത്തിലെ ഒരു സൊസൈറ്റിയിലെ ലാർജ് നമ്പേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡിനും വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ കുട്ടികളെ, നിങ്ങളുടെ ബികോമിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുത്തു തീർന്നത്, സെൻട്രൽ പ്രോബ്ലംസ്. ഇത് എക്സാമിന് പൊതുവേ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ടോപ്പിക്ക് കടന്നു പോവാത്ത ഒരു എക്സാമും ഉണ്ടായിട്ടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക. സെൻട്രൽ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ ഈ ടീച്ചർ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തും വെക്കുക. ഓക്കെ, യൂണിറ്റ് 1 മറ്റൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ദ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 1 തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ദ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ. മെറിറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറിറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഗുണം, നല്ലത്. അപ്പോൾ ഉൽപാദനത്തിൻ്റെ നന്മ, നല്ലത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പ്രോബ്ലം, ദ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ. അവിടെ ശ്രദ്ധിക്കുക. ദോസ് ഗുഡ് whose consumption is considered highly desirable for the members of the society are termed as merit goods. എന്താണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഗുഡ്സ് whose consumption, ഗുഡ്സുകളുടെ, സാധനങ്ങളുടെ ഉപഭോഗം അത് നടത്തപ്പെടുന്നു. Those goods whose consumption is considered highly desirable for the members of the society are termed as merit goods. ഓരോ ഗുഡ്സിൻ്റെയും ഉപഭോഗം നടത്തപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ മെമ്പേഴ്സിൻ്റെ ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവിടെ മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു ഉപഭോഗം കൺസപ്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായ ഗുഡ്സുകൾ വേണം. അപ്പോൾ ഓരോരുത്തരും കൺസപ്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉപഭോഗം നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗുഡുകൾ ലഭിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? മെറിറ്റ് ഗുഡാകുന്നത്. അപ്പോൾ ദോസ് ഗുഡ് whose consumption is considered highly desirable for the members of the society are termed as merit good. The important features of the merit good is that their consumption benefit both user and non-user. User and non-user, ഉപയോഗത്തിലൂടെയോ ഉപയോഗത്തിലല്ലാതെയോ മെറിറ്റ് ഗുഡുകളുടെ ബെനഫിറ്റ് നേടിയെടുക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം? മെറിറ്റ് ഗുഡ്. അപ്പോൾ മെറിറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എഡ്യൂക്കേഷനും ഹെൽത്തും. മെറിറ്റ് ഗുഡിൻ്റെ എക്സാമ്പിൾ കേൾക്കുമ്പോൾ എന്താണ് മെറിറ്റ് ഗുഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഒരു ഗുഡ് എന്ന് പറയുമ്പോൾ സാധന, പക്ഷെ എഡ്യൂക്കേഷനെയും ഹെൽത്ത് ഫെസിലിറ്റിയെയും നമുക്ക് അനുഭവിച്ചറിയുക ചെയ്യാം. അതൊരു ഗുഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള
ഗുഡുകളെയാണ് മെറിറ്റ് ഗുഡ് എന്നിവിടെ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫീൽഡ്. പേഴ്സൺ ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹെൽത്തി. ഒരു വ്യക്തിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഏത് ഗുഡിന് ഉദാഹരണമാണ്? മെറിറ്റ് ഗുഡിന് എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഓരോ വ്യക്തികളും ഉപഭോഗം നടത്തുമ്പോൾ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഗുഡുകളെയാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്തി. അടുത്തതാണ് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. അടുത്ത ടോപ്പിക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. നമുക്ക് ഗ്രോത്ത് എങ്ങനെ കാണുക? ഒരു എക്കോണമിയുടെ വളർച്ച കണക്കാക്കുക എങ്ങനെയെന്നാ പറയുന്നത്? Y = C + S. ഒരു എക്കോണമിയുടെ വളർച്ച കണക്കാക്കുക Y = C + S. അതിൽ C എന്ന് പറയുന്നത് എന്താണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. F എന്ന് പറയുന്നത് എന്താണ്? സേവിങ്. Y എന്ന് പറയുന്നത് എന്താണ്? ഇൻകം. അപ്പോൾ ഇവയിൽ ഈ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിലും സേവിങ്ങിലും മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം നമുക്കറിയാം, ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കൺസപ്ഷനും വർദ്ധിക്കും, സേവിങ്ങും വർദ്ധിക്കും. ഇൻകം കുറയണതിനനുസരിച്ചിട്ട് കൺസപ്ഷനും കുറയും, സേവിങ്ങും കുറയും. അതുകൊണ്ട് തന്നെ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് തിട്ടപ്പെടുത്തുന്നത് ആരൊക്കെ ചേർന്നാണ്? ഇൻകം = C + S. C എന്ന് പറയുന്നത് എന്താണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. F എന്ന് പറയുന്നത് എന്താണ്? സേവിങ്. Y എന്ന് പറയുന്നത് എന്താണ്? ഇൻകം. ഇൻകം ഇൻക്രീസസ്. Y എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകത്തിനെയാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഇൻക്രീസ് ചെയ്യും? സിയും ഇൻക്രീസ് ചെയ്യും, എഫും ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? എന്നാൽ ഇൻകം തിരിച്ച് നേരെ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിക്രീസ് ചെയ്യും? കൺസപ്ഷൻ, നമ്മുടെ വാങ്ങലും ഡിക്രീസ് ചെയ്യും, സേവിങ്സും ഡിക്രീസ് ചെയ്യും. ഇതാണ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. പബ്ലിക് ഗുഡിനെയും പ്രൈവറ്റ് ഗുഡിനെയും തിരഞ്ഞെടുക്കൽ. ഇവിടെ രണ്ട് ഗുഡുകളുണ്ട്, പ്രൈവറ്റ് ഗുഡ്സ്. ആദ്യം എന്താണ് എന്താ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യ സാധനങ്ങളെയാണ് നമ്മൾ പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുക. അവിടെ ശ്രദ്ധിച്ചോളൂ, പ്രൈവറ്റ് ഗുഡ്സ് രണ്ട് തരത്തിലാണ് ഇവിടെ ഗുഡ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ഗുഡ് എന്നും പബ്ലിക് ഗുഡ് എന്നും. പ്രൈവറ്റ് ഗുഡ് പറഞ്ഞാൽ സ്വകാര്യ ഗുഡ്, പബ്ലിക് ഗുഡ് പറഞ്ഞാൽ പൊതു ഗുഡുകൾ. അപ്പോൾ പ്രൈവറ്റ് ഗുഡിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. There are certain goods whose availability can be restricted to selected individual only. For example, a product may be priced in the market. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുക മാർക്കറ്റിൽ അതിൻ്റെ ഓണറായിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. There are certain goods whose availability can be restricted to selected individual. ഒരു വ്യക്തി അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് ഏത് സാധനമാണോ ആ വ്യക്തി സെലക്ട് ചെയ്യുന്നത്, അതാണ് പ്രൈവറ്റ് ഗുഡ്. അത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഏത് സാധനം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇന്നത് വാങ്ങണം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ അവൈലബിലിറ്റി ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു സെലക്റ്റഡ് ഇൻഡിവിജ്വൽ ഓൺലി. ഒരു ഇൻഡിവിജ്വലെ സെലക്ട് ചെയ്യുന്നു. എങ്ങനത്തെ ഗുഡുകളെ? റെസ്ട്രിക്റ്റഡ്, നിയന്ത്രണ വിധേയമായ ഗുഡുകളെ. അതിൻ്റെ വില നിശ്ചയിക്കുക അതിൻ്റെ ഓണറോ അതല്ലെങ്കിൽ അത് നിർമ്മിച്ച നിർമ്മാതാക്കളോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത്? പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദർ ആർ സർട്ടൻ ഗുഡ്സ് whose availability can be restricted. അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? നിയന്ത്രണ വിധേയമാകാം, റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. സെലക്റ്റഡ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി മാത്രമായിരിക്കാം അത് സെലക്ട് ചെയ്യുന്നത്. അപ്പം നിയന്ത്രണ വിധേയമായ ഗുഡുകളെ പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുന്നു. നിയന്ത്രണ വിധേയമായിട്ടുള്ള ഗുഡുകൾ, നമുക്ക് റേഷൻ കടയിൽ പോയാൽ പണം കൊടുക്കാതെ അരി കിട്ടും, അത് പ്രൈവറ്റ് ഗുഡാണോ? അല്ല.
എന്നാൽ നമ്മൾ വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, മാളുകളുണ്ട്. അവിടെയൊക്കെ പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ വില എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഗുഡുകളെ ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈവറ്റ് ഗുഡ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ? പൊതു സാധനങ്ങൾ. പബ്ലിക് ഗുഡിൻ്റെ പ്രത്യേകത എന്താ? സബ്സിഡി നിരക്കിലൊക്കെ നമുക്ക് ഗവൺമെൻറ് സാധനങ്ങൾ തരാറുണ്ട്. സപ്ലൈകോ, റേഷൻ കട, അതൊക്കെ ഏതിന് ഉദാഹരണമാണ്? പബ്ലിക് ഗുഡ്സുകൾക്ക് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ when it is not possible to restrict the availability of a product to selected individual, they are termed as public good or social good. അപ്പോൾ പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ റെസ്ട്രിക്ഷൻ അല്ല, നിയന്ത്രണമല്ല. വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെസ്ട്രിക്റ്റ്, ഇവിടെ നിയന്ത്രണങ്ങളില്ലാത്ത ഗുഡായിരിക്കും. when it is not possible to restrict the availability of a product to selected individual, they are termed public good or social good. ഇവിടെ വ്യക്തിക്ക് ഗുഡ്സ് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. മറ്റോടത്ത് അധികാരമുണ്ട്, പക്ഷെ വിലയെ നിയന്ത്രിക്കുന്നുണ്ടായിരിക്കും ആരെ? അതിൻ്റെ ഓണർ. പക്ഷേ പബ്ലിക് ഗുഡ് ആയിരിക്കുമ്പോൾ വിലയ്ക്ക് അവിടെ നിയന്ത്രണം ഉണ്ടായിരിക്കില്ല. അത്തരം ഗുഡുകളെയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡുകൾ രണ്ട് തരത്തിലാണുള്ളത്. പ്രൈവറ്റ് ഗുഡും ഉണ്ട്, പബ്ലിക് ഗുഡും ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ വരുന്ന ഏതൊക്കെ ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്, പ്രൊഡക്ഷൻ പഠിച്ചു, പ്രോബ്ലം ഓഫ് ഗ്രോത്ത് പഠിച്ചു, ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, അതിൽ പ്രൈവറ്റ് ഗുഡും പഠിച്ചു, അതേപോലെ തന്നെ പബ്ലിക് ഗുഡും പഠിച്ചു. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഈ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് പറയുക. ഇനി എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. The economy has to choose between alternative combination of various goods and services. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അൾട്ടർനേറ്റീവായിട്ടുള്ള കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. The economy has to choose between alternative combination of various goods and service. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. The problem of choice can be illustrated by a simple graph known as production possibility curve. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ the problem of choice can be ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന പ്രോബ്ലം വരുമ്പോൾ അതിനെ ഗ്രാഫിക്കലായിട്ട് ചിത്രീകരിക്കുന്നതിനെ പറയപ്പെടുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. കാരണം ഒന്നിൽ കൂടുതൽ ഗുഡുകളിൽ നിന്ന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഒരു പ്രോബ്ലം വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇനി അതിൽ വരുന്ന അസംഷൻസ് എന്താ നോക്കാം. ഫോളോവിങ് അസംഷൻ. ഫസ്റ്റ് വൺ, the country has to choose between alternative combination of only two goods. ഒരു രാജ്യം രണ്ട് ഗുഡ്സുകളാണ് ചൂസ് ചെയ്യുന്നത്. The country has to choose between alternative combination of only two goods. ഒരു രാജ്യം രണ്ട് ഗുഡ്സുകളാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? LED, ഇവിടെ LED, അതിനാണ് L. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ മോണിറ്ററും. അപ്പോൾ രണ്ട് ഗുഡ്സുകളുടെ താരതമ്യത്തെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഗുഡ്സ് എന്ന് പറയുക. ഇവിടെ അസംഷനിൽ നമ്മുടെ രണ്ട് ഗുഡ്സുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? LED എല്ലും കമ്പ്യൂട്ടർ മോണിറ്ററിന് M എന്നും നമ്മൾ കൊടുത്തു. സെക്കൻഡ് പോയിന്റ് ആണ്, all productive resources of the country are taken as given and so if the state of technology no changes are made in them. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ഓൾ പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഓഫ് ദ കൺട്രി, ഒരു പ്രൊഡക്റ്റീവ് എല്ലാ പ്രൊഡക്റ്റീവ് വിഭവങ്ങളും ഏത് രീതിയിലൂടെയാണ് കടന്നു പോകുക? ടെക്നോളജി. എല്ലാ പ്രൊഡക്റ്റീവ് വിഭവങ്ങളും എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സാങ്കേതിക വിദ്യയിലൂടെയാണ് നിലനിൽക്കുന്നത്.
അതിന് എന്തില്ല, ഒരു മാറ്റവുമില്ല. ഏത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗുഡും നിലനിൽക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്. ദർ ഈസ് നോ ചേഞ്ച്, അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. തേർഡ് പോയിന്റ് ആണ്, ഓൾ പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഓഫ് ദ എക്കോണമി ആർ ഫുള്ളി എംപ്ലോയിഡ്. ദർ ഈസ് നോ വേസ്റ്റേജ് ഓർ അണ്ടർ യൂട്ടിലൈസേഷൻ. എല്ലാ പ്രൊഡക്റ്റീവ് വിഭവങ്ങളും എങ്ങനെയാണ്, ഫുള്ളി എംപ്ലോയിഡ്. എല്ലാ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വിഭവങ്ങളും ഫുള്ളി എംപ്ലോയിഡ് ആണ്. അതൊരിക്കലും വേസ്റ്റേജോ അണ്ടർ യൂട്ടിലൈസേഷനോ ആകുന്നില്ല. ആൻഡ് ഫോർത്ത് പോയിന്റ് ആണ്, the production resources are suitable for the production of both good L and M. They can therefore be shifted from the production of one to other good. ഇവിടെ രണ്ട് ഗുഡുകളാണ് വരുന്നത്. ഗുഡ് എൽ ഏതാണ്, LED-യും. ഗുഡ് എം ഏതാണ്, കമ്പ്യൂട്ടർ മോണിറ്ററും. ഇതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അഞ്ചാമത്തെ പോയിന്റ് ആണ് പറയുന്നത്, നോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് considered to specific in the production of one good alone and inappropriate for the production of the other. No factor of production is consideration. ഇവിടെ ഉൽപാദനം നടക്കുന്ന സമയത്ത് എന്താണ് പരിഗണിക്കേണ്ടത്, ഒരു ഗുഡ് നമുക്ക് ഗുണം പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു ഗുഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ രണ്ട് ഗുഡുകളെ കുറിച്ചാണ് പറയുന്നത്, ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ ആറാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, we consider the productive efficiency of the productive resources only in physical terms, the unit of LED, L and computer monitor which they can produce. ഇവിടെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്, കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെയും LED-യുടെയും ഫിസിക്കൽ ടേംസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിത്തെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഗുഡുകളുണ്ട്, LED ഉണ്ട്, കമ്പ്യൂട്ടർ മോണിറ്ററും ഉണ്ട്. അതിൽ നിന്നും നമ്മൾ ഫിസിക്കൽ ടേംസിന് അതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും ഗുണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ടേബിളും കർവും നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് നോക്കാം. കോമ്പിനേഷൻ 1 തൊട്ട് 7 വരെയാണ് ആ ടേബിൾ പറയുന്നത്. LED അപ്പോൾ ഇവിടെ 1 ആയിരിക്കുമ്പോൾ LED 30 ആയിരുന്നു, കമ്പ്യൂട്ടർ മോണിറ്റർ 0 ആയിരുന്നു. 2 ആയിരിക്കുമ്പോൾ LED കുറഞ്ഞു പോകുന്നുണ്ട്, കമ്പ്യൂട്ടർ മോണിറ്റർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. 3 ആയിരിക്കുമ്പോൾ LED വീണ്ടും കുറഞ്ഞു പോയി, കമ്പ്യൂട്ടർ മോണിറ്റർ വർദ്ധിക്കുന്നുണ്ട്. 4 ആയിരിക്കുമ്പോൾ LED 15 ആവുന്നുണ്ട്, കമ്പ്യൂട്ടർ മോണിറ്റർ 24 ആവുന്നുണ്ട്. 5 ആയിരിക്കുമ്പോൾ LED 10 ആവുന്നുണ്ട്, കമ്പ്യൂട്ടർ മോണിറ്റർ 27 ആവുന്നുണ്ട്. 6 ആയിരിക്കുമ്പോൾ LED 5 ആകുന്നുണ്ട്, കമ്പ്യൂട്ടർ മോണിറ്റർ 29 ആവുന്നുണ്ട്. 7 ആയിരിക്കുമ്പോൾ LED 0 ലെവലിലെത്തുന്നു, കമ്പ്യൂട്ടർ മോണിറ്റർ ആണ് വർദ്ധിക്കുക. അപ്പോൾ ഒന്നിൻ്റെ ഇത് കുറയുമ്പോൾ മറ്റൊന്ന് വർദ്ധിക്കുകയാണ്. അപ്പോൾ അതുതന്നെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ മറ്റൊരു ഗുഡിൻ്റെ ഡിമാൻഡും അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ യൂണിറ്റൊക്കെ വർദ്ധിക്കുകയാണ്. ഒരു ഗുഡിൻ്റെ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഗുഡിൻ്റെ യൂണിറ്റ് കൂടുന്നത് തന്നെയാണ് ഏത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നോക്കൂ, ഇവിടെ 0 തൊട്ട് 35 വരെ ഇട്ടുന്നു, ഇവിടെ 0 തൊട്ട് 35 വരെ ഇട്ടുന്നു. അപ്പോൾ നമുക്കറിയാം 1ൽ എത്രയാണ് ഇത് വരിക, 1ൽ 30 ആയിരുന്നു അല്ലേ. ഇത് കണ്ടോ, 1ൽ 30, 2-ലാകുമ്പോഴോ 25 ആണ്. 2 ഇവിടെ കൊടുക്കാം, ഇവിടെ നമുക്കൊരു 25 യൂണിറ്റ്. 3 ആയിരിക്കുമ്പോൾ എത്രയാണ്, 20 ആണ് അല്ലേ. 3 ആയിരിക്കുമ്പോൾ ഇവിടെ 20 കൊടുക്കാം. പിന്നെ 4 ആയിരിക്കുമ്പോൾ 50 കൊടുക്കാം. 3 ആയിരിക്കുമ്പോൾ 20 കൊടുക്കാം. അതേപോലെ തന്നെ 4 ആയിരിക്കുമ്പോൾ 50 കൊടുക്കാം, ഇവിടെ 50 കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 5 ആയിരിക്കുമ്പോൾ 10ലേക്ക് എത്തും. അതേപോലെ തന്നെ 5 ആയിരിക്കുമ്പോൾ 10ലേക്ക് എത്തും. പിന്നെ നമ്മൾക്കറിയാം 6 ആയിരിക്കുമ്പോൾ 5ലേക്ക് എത്തും. ഇവിടെയാണ് 6 വരിക. 6 ആയിരിക്കുമ്പോൾ 5ലേക്ക് എത്തും. ആൻഡ് 7 ആയിരിക്കുമ്പോൾ 0ക്ക് എത്തും. ഇവിടെയാണ് 7 ഏകദേശം വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം.
അതേപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്ത കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞു. അതിലെങ്ങനെയാണ് 1 ആവുമ്പോൾ 0 ആയിരുന്നു, 1ൽ 0 ലെവലിലായിരുന്നു, 2 ആയിരിക്കുമ്പോൾ 40 ലെവൽ ഇവിടെ ഇങ്ങനെ വർദ്ധിച്ചു പോരുക ചെയ്യുന്നത്. ഇതിവിടെ ഇങ്ങനെ ഇവിടുന്ന് ആദ്യം ഇവിടെ വർദ്ധിച്ച് കുറഞ്ഞ് വർധനവിൽ നിന്നും കുറവാണ് കാണിക്കുന്നതെങ്കിൽ ഇത് കുറവിൽ നിന്നും വർധനവാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 ഗുഡുകളെ എടുത്ത് ഒന്നിനെ സെലക്ട് ചെയ്യുന്നതാണ് ഏത്? 2 ഗുഡുകളിൽ നിന്ന് ഒരു ഗുഡ് സെലക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC കർവ് എന്ന് പറയുന്നത്. അതിൻ്റെ ടേബിളും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തതാണ് ടീച്ചർ കാണിച്ചു തന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഇത് വന്നെന്ന് കരുതണ്ട, ഇതിൽ നോക്കിയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ് വെക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ യൂണിറ്റിൽ നോക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിൻ്റെ അസംഷൻ, അതിൻ്റെ ടേബിൾ, അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഇന്ന് ബികോമിൻ്റെ മൈക്രോ എക്കണോമിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. അപ്പം എന്താണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവുമായിട്ടുള്ള റീസണിങ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് ഇൻഡക്റ്റീവ് ആൻഡ് deductive reasoning. Economics have followed 2 traditions in formulating economic laws. Economic laws-ന്റെ അടിസ്ഥാനത്തിൽ 2 ട്രഡീഷൻ, 2 പരമ്പരാഗതമായ കാര്യങ്ങൾക്കാണ് എക്കണോമിക്സ് പ്രാധാന്യം കൊടുക്കുന്നത്. എക്കണോമിക്സ് ലോയിൻ്റെ അടിസ്ഥാനത്തിൽ 2 ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. According to one tradition, the cases also അപ്പോൾ ആദ്യത്തെ ട്രഡീഷൻ എന്ന് 2 ട്രഡീഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് ട്രഡീഷൻ, according to one tradition, the cases also called condition or assumption. കണ്ടീഷനെയും അസംഷനെയും നമുക്ക് ഫസ്റ്റ് ട്രഡീഷൻ ആയിട്ടും are specified and different economics units are expected to behave in a rational manner. അപ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റീവ് ആൻഡ് ഡെഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രഡീഷനിലൂടെയാണ് ഈ 2 കാര്യങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ അത് നമുക്ക് 2 ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ട്രഡീഷൻ എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം? കണ്ടീഷൻ ഓർ അസംഷൻ. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനോ അസംഷനോ ആണ് ഏത്? ഇൻഡക്റ്റീവ്. അതിനുശേഷം ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് ആൻഡ് ഡിഫറൻറ്റ് എക്കണോമിക് യൂണിറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബിഹേവ് ഇൻ എ റേഷണൽ മാനർ. സ്പെസിഫൈഡ് ആൻഡ് ഡിഫറൻറ്റ് എക്കണോമിക് യൂണിറ്റ്, സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത എക്കണോമിക് യൂണിറ്റുകളാണ് ഏത്? ഡിഡക്റ്റീവ് റീസണിങ്. അപ്പോൾ എക്കണോമിക്സിൽ 2 ട്രഡീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് അത്? ഇൻഡക്റ്റീവ് ഉണ്ട്, ഡിഡക്റ്റീവ് ഉണ്ട്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷനോ അസംഷനോ ആവാം. എന്നാൽ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് എക്കണോമിക് യൂണിറ്റുകളെയാണ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അടുത്തതാണ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? എന്താണ് സന്തുലിതാവസ്ഥ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. നോക്കൂ, ഇത് ഡിമാൻഡ് കർവാണ്, ഇത് സപ്ലൈ കർവാണ്. ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ. ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. മനസ്സിലായോ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, when these forces are in balance, the value of variable stops changing and is said to be in equilibrium. എന്താണ് equilibrium?
when these forces are in balance ചെയ്തു നിൽക്കുന്നു, മാറ്റമില്ലാതെ, there is no changes, ചേഞ്ച് അവിടെ സ്റ്റോപ്പാണ്, ഒരു മാറ്റവും ഇല്ലാതെ ചേഞ്ച് സ്റ്റോപ്പായി ബാലൻസ് ചെയ്തു നിൽക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇക്വിലിബ്രിയം? when these forces are in balance ചെയ്തു നിൽക്കുന്നു, the value of variable stop changing, വാല്യൂ ഓഫ് ഓരോ വേരിയബിളിന്റെയും വാല്യൂവിന് അവിടെ എന്തില്ല? ചേഞ്ച് ഇല്ല, അവിടെ ചേഞ്ച് സ്റ്റോപ്പാണ്. ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റോപ്പാണ്. അപ്പൊ അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഈക്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ആ ബന്ധമാണ്, ആ റിലേഷൻ ആണ് ഇക്വിലിബ്രിയം. ഇനി കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്താ നോക്കാം. ഇക്വിലിബ്രിയത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫസ്റ്റ് വൺ, എ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം when its expenditure on different goods and services yield maximum satisfaction. കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലെ ഫസ്റ്റ് പോയിന്റ് ആണ് എ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഒരു ഉപഭോക്താവ് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ when its expenditure on different goods and services yield maximum satisfaction. ഒരു ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിൽ ഇക്വിലിബ്രിയം ലെവലിൽ എത്തണമെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളിൽ നിന്നും എന്ത് കിട്ടണം എന്നാ പറയുന്നത്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഞാനൊരു ഉപഭോക്താവാണ്. ഞാനൊരു പെന്ന് വാങ്ങി. ആ പേനയിൽ നിന്ന് ആ പേന എനിക്ക് ഒരാഴ്ചയെങ്കിലും നന്നായി, അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും നന്നായി എഴുതുക വെച്ചാൽ 4 ദിവസം കൊണ്ട് തീരുട്ടോ, അതല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും നന്നായി ഉപയോഗിക്കാൻ കഴിയണം. അപ്പൊ അത് അങ്ങനെ നന്നായി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആ പെന്നിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അത് ഇക്വിലിബ്രിയമാണ്. അതല്ലെങ്കിൽ ഞാനൊരു ഡ്രസ്സ് വാങ്ങി. ആ ഡ്രസ്സിൽ നിന്ന് എനിക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. എങ്ങനെ കിട്ടുക? ഡ്രസ്സിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കിട്ടുക? ആ ഡ്രസ്സ് ഞാന് പരമാവധി ദിവസം ഉപയോഗിച്ചു. വാങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കേട് വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ല. നമുക്ക് എപ്പോഴാണ് പരമാവധി സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? നമ്മൾ ആ വസ്ത്രം ഒരുപാട് ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അതാണ് എന്ത്? ഇക്വിലിബ്രിയം. ഒരു ഉപഭോക്താവ് ഏതൊരു സാധനം മേടിച്ചുവോ ആ സാധനത്തിൽ നിന്ന് ആ ഉപഭോക്താവിന് പരമാവധി ലാഭം കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ഇക്വിലിബ്രിയമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് a business firm is in equilibrium when its resources, purchases and output are such that it maximizes profit. ഇനി മറ്റൊരു ആശയമാണ് ഇക്വിലിബ്രിയത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പറയണത്. ഒരു ബിസിനസ് ഫേം എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുക? മാക്സിമം പ്രോഫിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനം ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം എന്ത് ഏൺ ചെയ്യണം? മാക്സിമം പ്രോഫിറ്റ്, പരമാവധി ലാഭം ഏൺ ചെയ്യാൻ ആർക്കും സാധിക്കണം? ബിസിനസ് സ്ഥാപനത്തിന് സാധിക്കണം. അപ്പോഴാണ് ബിസിനസ് സ്ഥാപനം എന്തിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയം ലെവലിൽ എത്തുന്നത്. ഒരു ഉപഭോക്താവ് എപ്പോഴാണ് ഇക്വിലിബ്രിയം ലെവലിൽ എത്തുക? എപ്പോഴാണ് ഉപഭോക്താവ് ഇക്വിലിബ്രിയം ലെവലിൽ എത്തുക? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ. ഉപഭോക്താവായിരിക്കുമ്പോൾ എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അപ്പോഴാണ് ഉപഭോക്താവ് ഏതിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു ഫേം, ഒരു വിപണി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എപ്പോഴാണ് ഇക്വിലിബ്രിയം ലെവലിലേക്ക് എത്തുക? ആ ബിസിനസ് സ്ഥാപനത്തിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ആ ബിസിനസ് സ്ഥാപനം എന്തിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. ഒരു ബിസിനസ് ഫേം മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് ഫേം എന്തിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ ആണ് പറയുന്നത്. മൂന്നാമത്തെ അസംപ്ഷൻ, തേർഡ് വൺ, a resources owner is in equilibrium when the resources which he owns are placed in their highest paying employment and then income of the resource owners is maximized. ഒരു
റിസോഴ്സ് ഓണർ എന്ന് പറഞ്ഞാൽ ആരാ? വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? വിഭവങ്ങൾ റിസോഴ്സ് വിതരണം ചെയ്യുന്ന ഒരു ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? അദ്ദേഹം ഹൈയസ്റ്റ് പേയിങ് എംപ്ലോയ്മെന്റ്, ഹൈയസ്റ്റ് പേയിങ്, അദ്ദേഹം തൊഴിലാളികൾക്ക് ഒരുപാട് പേയിങ് ഹൈയസ്റ്റ് പേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികൾക്ക് ഒരുപാട് പേയ്മെന്റ് അദ്ദേഹം കൊടുക്കാൻ ഇടവരികയും മാത്രമല്ല അദ്ദേഹത്തിന് വരുമാനം, തൊഴിലാളികളില്ലാതെ ഒരു ഓണർ ഉണ്ടെങ്കിൽ അവിടെ തൊഴിലാളി ഉണ്ടായിരിക്കണം. ഓണറും തൊഴിലാളിയും ഡയറക്റ്റ് റിലേഷൻ ആണ്, അവർ അത്ര ബന്ധം പുലർത്തുന്നത് സൊസൈറ്റിയിൽ. കാരണം ഒരു മുതലാളി ഉണ്ടാവുമ്പോഴേ ഒരു തൊഴിലാളി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയം ലെവലിൽ എത്തുന്നത്? ആ ഓണർ ഹൈയസ്റ്റ് പേയിങ് നടത്തുന്നു, കൂടുതൽ എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നു. മാത്രമല്ല ഓണർക്ക് ഇൻകം ഏൺഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വരുമാനം ആ ഓണർക്ക് ലഭിക്കുമ്പോഴാണ് അദ്ദേഹം എന്തിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. റിസോഴ്സ് ഇവിടെ പറയുന്നുണ്ട്, ദ ഇൻകം ഓഫ് ദ റിസോഴ്സ് ഓണർ ഈസ് മാക്സിമൈസ്ഡ്. ഒരു ഓണറിന്റെ വിഭവങ്ങളിൽ മേലും നിന്നും ലഭിക്കുന്ന ഇൻകം മാക്സിമത്തിൽ എത്തുമ്പോഴാണ് ഓണർ എന്തായിത്തീരുന്നത്? ഇക്വിലിബ്രിയം ലെവലിൽ എത്തുന്നത്. ഇപ്പൊ 3 കേസാ ടീച്ചർ പറഞ്ഞത്. ഒന്നാമത്തെ കേസിൽ എന്തായിരുന്നു മക്കളെ? നമ്മള് ഉപഭോക്താവ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോ. ഒരു ഉപഭോക്താവ്, ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം ലെവലിൽ എത്തുക എപ്പോഴാണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ. അടുത്ത ടീച്ചർ പറഞ്ഞത് എന്താ? ഒരു ബിസിനസ് ഫേം എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? ബിസിനസ് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോ മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ബിസിനസ് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുക. മൂന്നാമത്തെ കേസ് ഓണറുടെ കേസാ. ഒരു ഓണർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? ആ ഓണർക്ക് പരമാവധി ഇൻകം ഏൺ ചെയ്യുക, മാക്സിമം ഇൻകം ഏൺ ചെയ്യുമ്പോഴാണ് ഒരു ഓണർ എന്തിലേക്ക് എത്തുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മൾ 3 കേസാ പറഞ്ഞത്. ഇനി 4ാമത്തെ കേസാണ്. An economy is in equilibrium at the level of income where aggregate demand equal aggregate supply. ഒരു എക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? ഒരു എക്കോണമി എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് ഒരു എക്കോണമി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഇപ്പൊ 4ാമത്തെ കേസാണ് പറയണത്. 4ാമത്തെ കേസിൽ സൊസൈറ്റി എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക? ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് ഒരു സൊസൈറ്റി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇക്വിലിബ്രിയവും കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയവും എന്താ എന്ന് നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതേപോലെ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇക്വിലിബ്രിയം ക്യാൻ ബി അനലൈസ്ഡ് ഇൻ 2 ഫോംസ്. എന്താ ടോപ്പിക്? ഇക്വിലിബ്രിയം ക്യാൻ ബി അനലൈസ്ഡ് ഇൻ 2 ഫോം. ഇക്വിലിബ്രിയത്തെ അനലൈസ് ചെയ്യുന്നത് 2 ഫോംസുകളാണ്. ഏതൊക്കെയാണത്? പാർട്ടിയലും ജനറലും. ഇക്വിലിബ്രിയത്തെ അനലൈസ് ചെയ്യുന്നത് 2 ഫോംസുകളാണ് പറയുന്നത്. ഏതൊക്കെ ഫോംസുകളാണത്? പാർട്ടിയൽ ആൻഡ് ജനറൽ. വാട്ട് ഈസ് മീൻ ബൈ പാർട്ടിയൽ? പാർട്ടിയൽ എന്ന് പറഞ്ഞാല് in partial equilibrium analysis we concentrate on a single market in isolation from the rest of the company. Partial equilibrium എന്ന് പറഞ്ഞാൽ എന്താണ്? Partial equilibrium analysis we concentrate on a single market. ഒരു സിംഗിൾ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുക? പാർട്ടിയൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയത്തിന് 2 ഫോമുകളുണ്ട്. പാർട്ടിയലും ഉണ്ട്, ജനറലും ഉണ്ട്. പാർട്ടിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിയൽ ഇൻ ഇക്വിലിബ്രിയം അനാലിസിസ് വി കോൺസെൻട്രേറ്റ് ഓൺ എ സിംഗിൾ മാർക്കറ്റ്. ഒരു സിംഗിൾ മാർക്കറ്റില് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഏത്? പാർട്ടിയൽ ഇക്വിലിബ്രിയം. ഇനി ജനറൽ ഇക്വിലിബ്രിയം എന്താ എന്ന് നമുക്ക് നോക്കാം. In general equilibrium analysis, we analyze stimultaneously all the market in the economy on the basic premise
ദാറ്റ് എവരിതിങ് ഡിപ്പെൻഡ് ഓൺ എവരിതിങ് എൽസ്. എന്താണ് ജനറൽ ഇക്വിലിബ്രിയം? ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് we analyze stimultaneously all the market in the economy on the basic premise that everything depend on everything else. അതായത് ഒരു മാർക്കറ്റിലെ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏത്? ജനറൽ ഇക്വിലിബ്രിയം. ഒരു മാർക്കറ്റിലെ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെ ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോ ഇക്വിലിബ്രിയംസിന് രണ്ട് ഫോമാണുള്ളത്, പാർഷ്യലും ഉണ്ട് ജനറലും ഉണ്ട്. ഇനി നമ്മൾക്ക് നോക്കാനുള്ള ടോപ്പിക് പോസിറ്റീവ് വേഴ്സസ് നോർമറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് നമുക്ക് നോക്കാം. ദ ടേം പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ഓൺലി ഫോർമുലേറ്റിംഗ് എക്കണോമിക് ലോ ആൻഡ് ഡിസ്ക്രൈബിംഗ് റിയാലിറ്റി. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തരത്തിൽ എക്കണോമിക്സിനെ തിരിച്ചിട്ടുണ്ട്. പോസിറ്റീവ് എക്കണോമിക്സ് എന്നും നോർമേറ്റീവ് എക്കണോമിക്സ് എന്നും. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? എക്കണോമിക് ലോയും റിയാലിറ്റിയും, സാമ്പത്തിക നിയമങ്ങളും റിയാലിറ്റി യാഥാർത്ഥ്യവും ഉൾക്കൊള്ളുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോർമേറ്റീവ് എന്താ എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമാക്കി തരാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് 1 തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. നോർമേറ്റീവ്. നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്താന്ന് ടീച്ചർ പറഞ്ഞതാണ്. അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്നാണ് എഴുതിയിരുന്നത്. അതിൽ നോർമേറ്റീവ് എക്കണോമിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. യൂണിറ്റ് 1 പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന ആ ടോപ്പിക്കിലെ നോർമേറ്റീവ് എക്കണോമിക്സ് ആണ് ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? As against this, normative economics realizes the fact that an economy is never perfect. The outcome of its working can always be improved upon. അതായത് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് എക്കോണമിയിൽ എങ്ങനെയല്ല, നെവർ പെർഫെക്റ്റ്, പെർഫെക്റ്റ് അല്ല. നോർമേറ്റീവ് എക്കണോമിക്സ് ആയിരിക്കുമ്പോൾ അത് എക്കോണമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ നെവർ പെർഫെക്റ്റ് ആണ്. അതെന്താ നെവർ പെർഫെക്റ്റ് ആണ് കാരണം എന്താ? പെർഫെക്റ്റ് അല്ല. ദ ഔട്ട്കം ഓഫ് ഈസ് വർക്കിംഗ് ക്യാൻ ആൾവേസ് ബീൻ ഇംപ്രൂവ്ഡ് അപ്പോൺ. പക്ഷേ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കാം? ഇംപ്രൂവ്ഡ് ആണ് താനും. അതുകൊണ്ട് നോർമേറ്റീവ് എക്കണോമിക്സ് ഒരിക്കലും എക്കോണമിയിൽ ഒരു പെർഫെക്റ്റ് അല്ല. പക്ഷെ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കാം? ഇംപ്രൂവ്ഡ് ആണ് താനും. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? നോർമേറ്റീവ്, നോർമൽ ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ. അത് എക്കോണമിയിൽ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷെ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇംപ്രൂവ്ഡ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമേറ്റീവ് എക്കണോമിക്സ്. അടുത്ത ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ ആൻഡ് മാക്രോ. എന്താണ് മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞാൽ? എക്കണോമിക്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മൈക്രോ പാർട്ട് ആൻഡ് മാക്രോ പാർട്ട്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നും, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുമാണ് അറിയപ്പെടുന്നത്. മൈക്രോ സൂക്ഷ്മം, മാക്രോ സ്ഥൂലം. അപ്പോൾ എക്കണോമിക്സിന്റെ രണ്ട് പ്രധാന പാർട്ടുകളാണ് മൈക്രോയും മാക്രോയും. അത് എന്തെന്നാണ് എടുത്തിട്ടുള്ളത്? These two terms, micro and macro, are derived from Greek word mikros and macros, which means small and large respectively. അതായത് മൈക്രോയും മിക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് മൈക്രോയും മാക്രോയും എടുത്തിട്ടുള്ളത്. These two terms, ഈ രണ്ട് ടേമുകളും എടുത്തിട്ടുള്ളത്, മൈക്രോ എടുത്തിട്ടുള്ളത് മിക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും, മാക്രോ എടുത്തിട്ടുള്ളത് മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. അതുകൊണ്ട് മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മാൾ, മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ്. ഒരു എക്കോണമിയുടെ സ്മാൾ പോർഷനെയാണ് മൈക്രോ എന്ന് പറയുന്നത്.
എന്നാൽ ഒരു എക്കോണമിയുടെ ലാർജ് പോർഷനെയാണ് മാക്രോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് മൈക്രോ എക്കണോമിക്സിനെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. Microeconomics deals with the behavior of individual elements in an economy, such as the determination of the price of a single product or the behavior of single consumer or business firm. ഒരു ബിസിനസ് ഫേമിന്റെ സിംഗിൾ കൺസ്യൂമറിനെയോ സിംഗിൾ പ്രോഡക്റ്റിനെയോ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതൊരു ഇൻഡിവിജ്വൽ എലമെന്റ് ആയിരിക്കും. ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഒരു എക്കോണമിയുടെ സിംഗിൾ കൺസ്യൂമർ ഓർ സിംഗിൾ ബിസിനസ് ഫേമിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും മൈക്രോ. അതുകൊണ്ട് നമുക്ക് അതിനെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ട്രീ ആണ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ഗ്രേറ്റ് അഗ്രഗേറ്റ്. മാക്രോ എക്കണോമിക്സ് കവേഴ്സ് ദ ഗ്രേറ്റ് അഗ്രഗേറ്റ് ആൻഡ് ആവറേജ് ഓഫ് ദ എക്കണോമിക് സിസ്റ്റം റാദർ ദാൻ ഇൻഡിവിജ്വൽ ഐറ്റം. അതായത് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് കവേഴ്സ് ദ ഗ്രേറ്റ് അഗ്രഗേറ്റ് ആൻഡ് ആവറേജ് ഓഫ് ദ എക്കണോമിക് സിസ്റ്റം റാദർ ദാൻ ഇൻഡിവിജ്വൽ ഐറ്റം. ഒരു വ്യക്തിയുടേതിന് പകരം മൊത്തത്തിലുള്ള എക്കണോമിക്സിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. അതുകൊണ്ടാണ് മാക്രോ ലാർജ് പാർട്ടാണ്, മൈക്രോ സ്മാൾ പാർട്ടാണ് എന്നൊക്കെ പറയാനുള്ള കാരണം. അത് മാത്രമല്ല, മാക്രോ എക്കണോമിക്സിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എന്താണ്, ഫോറസ്റ്റ് ആണ്. എല്ലാ വൃക്ഷങ്ങളും, ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വൃക്ഷങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് ഒരു ഫോറസ്റ്റ് ആയി മാറുന്നത്. അതുപോലെയാണ് ഏത്, മാക്രോ എക്കണോമിക്സ്. എന്നാൽ ഒരു ഒറ്റ വൃക്ഷം മാത്രമായി നിൽക്കുന്നതാണ് ഏത്, മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, മൈക്രോസ്. മാക്രോ എക്കണോമിക്സ് മാക്രോസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഗ്രീക്ക് വേർഡുകളാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ലോകത്തിന്റെ തന്നെ എല്ലാപരമായിട്ടുള്ള വരുമാനത്തെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും ജനപ്പെരുപ്പത്തെ കുറിച്ചും സാങ്കേതിക വിദ്യയെ കുറിച്ചും അങ്ങനെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മാക്രോ എക്കണോമിക്സ്. എന്നാൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലോ ഒരു ഉപഭോക്താവിലോ ഒരു പ്രൊഡ്യൂസറിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ കാര്യങ്ങളെയാണ് മൈക്രോ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വ്യക്തമാക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോയും എക്കണോമിക് വേരിയബിൾസ് ആണത്. രണ്ട് എക്കണോമിക് വേരിയബിൾസിൽ വരുന്നതാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്ക് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ ഒന്നിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാ. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴുക ചെയ്യുക അല്ലെ. അപ്പൊ മക്കളെ ഇവിടെ നോക്കൂ, സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ a stock variable is the one which can be measured only with the reference to a point of time and not over a period of time. ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ടൈമിനുള്ളിൽ നടക്കുന്ന പ്രവൃത്തിയാണ് സ്റ്റോക്ക്. അവിടെ എന്തില്ല, പീരിയഡ് ഓഫ് ടൈം ഇല്ല. ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്ന പ്രവൃത്തിയെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അവിടെ അതിന് പീരിയഡ് ഇല്ല. നമുക്കറിയാം, ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ മിൽക്ക്, അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പച്ചക്കറി സാധനങ്ങള്, അതല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങള്, അങ്ങനെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകള് കുറച്ച്, അതായത് കേടുവരുന്ന സാധനങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ച് കാലം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തും നമുക്ക് സ്റ്റോക്ക് ചെയ്യൽ അധിക കാലം സാധിക്കില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് എപ്പോഴും പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്നതാണ് എന്ന് പറയാനുള്ള കാരണം. സ്റ്റോക്ക് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്ന പ്രവൃത്തിയാണ് ഏത്, സ്റ്റോക്ക്. അതുപോലെ പീരിയഡ് ഇല്ല, അതിന് ഒരുപാട് ടൈം ഉണ്ടാവില്ല. എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും,
against this, സ്റ്റോക്കിനെ എതിർക്കുന്നതാണ് ഫ്ലോ. A flow variable is the one which can be measured only with reference to a period of time, not a point of time. ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ നടക്കുന്നതാണ് ഫ്ലോ. ഫ്ലോ എന്ന് പറയുമ്പോൾ പണത്തിന്റെ ഒഴുക്ക്. അത് നിശ്ചിത എത്ര കാലം വേണമെങ്കിലും നടക്കും അല്ലേ? പണത്തിന്റെ ഫ്ലോ, മണി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ടൈമിലും എത്ര സമയം വേണമെങ്കിലും നടക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ടൈമും ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമും ആണ്. മാറരുത്. സ്റ്റോക്ക് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം നടക്കുന്ന പ്രവൃത്തിയാണ് സ്റ്റോക്ക്. എന്നാൽ ഫ്ലോ എപ്പോഴും ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്ന പ്രവൃത്തിയാണ് ഏത്? ഫ്ലോയെ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സ്റ്റോക്ക് നമുക്ക് എപ്പോഴും ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് അധിക കാലം വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്നതാണ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നടക്കുക. ഫ്ലോ എപ്പോഴും പീരിയഡ് ഓഫ് എത്ര കാലഘട്ടം വേണമെങ്കിലും ഫ്ലോ നിലനിൽക്കും. അതുകൊണ്ട് അതൊരു പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്നതാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്സ്. എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് നമുക്ക് നോക്കാം. എക്കണോമിക് അനാലിസിസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഐദർ ബൈ യൂസിങ് എ സ്റ്റാറ്റിക് ഫ്രെയിംവർക്ക് ഓർ ഡൈനാമിക് സെറ്റിംഗ്. എക്കണോമിക്സില് രണ്ട് കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. Static and dynamic model of analysis can be differentiated in more than one ways. Static and dynamic model എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ഡിഫറൻഷിയേറ്റഡ് ആണ്. അത് എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ള വിശകലന രീതിയാണ് ഏത്? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. The demand supply model of market behavior is a static model. എപ്പോഴും ഡിമാൻഡും സപ്ലൈ മോഡൽ ഉൾക്കൊള്ളുന്ന മാർക്കറ്റ് ബിഹേവിയറിനെയാണ് സ്റ്റാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഡിമാൻഡും സപ്ലൈ മോഡൽ ഉൾക്കൊള്ളുന്ന മാർക്കറ്റ് ബിഹേവിയറിനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാറ്റിക് മോഡൽ. ഇനി ഡൈനാമിക് മോഡൽ വുഡ് ബി വൺ വേർ ദ റെലവന്റ് വേരിയബിൾ ആർ ഡേറ്റഡ്. ഡൈനാമിക് മോഡൽ എപ്പോഴും ഒരു പ്രത്യേക രീതിയിലുള്ള റെലവന്റ് വേരിയബിൾ ആണ്. അപ്പോ സ്റ്റാറ്റിക് മോഡലും ഡൈനാമിക് മോഡലും ഒന്നിച്ച് നിലനിൽക്കുന്ന ഒരു ഫ്രെയിംവർക്കുകൾ തന്നെയാണ്. പക്ഷെ സ്റ്റാറ്റിക് മോഡൽ എന്ന് പറയുമ്പോൾ അത് ദ ഡിമാൻഡും സപ്ലൈ മോഡൽ ഓഫ് മാർക്കറ്റ് ബിഹേവിയർ ഈസ് എ സ്റ്റാറ്റിക് മോഡൽ. ഡിമാൻഡും സപ്ലൈയും ഒന്നിച്ച് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ബിഹേവിയറിനെയാണ് സ്റ്റാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഡൈനാമിക് മോഡൽ ആയിരിക്കുമ്പോൾ റെലവന്റ് വേരിയബിൾസ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ DT എന്ന് പറയുന്നത് ഏതാണ്? ഡൈനാമിക് മോഡൽ. FT എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മോഡൽ. DT ഈക്വൽ ഫങ്ഷൻ ഓഫ് PT, FT ഈക്വൽ ഗുഡ്സ് ഓഫ് PT. PT എന്ന് പറയുന്നത് പ്രൈസ്. അതുകൊണ്ട് സ്റ്റാറ്റിക് മോഡലും ഡൈനാമിക് മോഡലും ഈക്വൽ ആകുന്നതാണ് DT ഈക്വൽ FT. DT ഈക്വൽ FT പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക് മോഡലും ഡൈനാമിക് മോഡലും ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? DT ഈക്വൽ FT. അപ്പൊ കുട്ടികളെ, നമ്മള് ഈ ഒരു യൂണിറ്റിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നോർമേറ്റീവ് എക്കണോമിക്സ് എന്താന്ന് പറഞ്ഞു. അതേപോലെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോക്കും ഫ്ലോയും എന്താ പറഞ്ഞു? സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്നതാണ്. ഫ്ലോയെ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്നതാണ്. പിന്നെ സ്റ്റാറ്റിക് എന്താ എന്നും ഡൈനാമിക് എന്താന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരാം. മീനിങ് ഓഫ് പ്രൊഡക്ഷൻ, അതേപോലെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി, അതിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്, അതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. അതേപോലെ പ്രോബ്ലം ഓഫ് ഗ്രോത്ത് എടുത്തു തന്നു നിങ്ങൾക്ക്. പിന്നെ പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മെറിറ്റ് ഗുഡ് എന്താന്ന് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കർവും ടേബിളും വരച്ചു തന്നിരുന്നു. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എടുത്തു. ഇക്വിലിബ്രിയം എന്താന്ന് പറഞ്ഞു തന്നു. കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം എടുത്തു. പോസിറ്റീവ് വേഴ്സസ് നോർമേറ്റീവ് എക്കണോമിക്സ് എടുത്തു. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എടുത്തു.
സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എടുത്തു, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ക്ലാസ് വീഡിയോ ശ്രദ്ധിക്കുക. ബോർഡിൽ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുകയോ ലെക്ചർ നോട്ട് എഴുതുകയോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.